കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തിബേരിയസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവൻ. 5 ബാർലി അപ്പത്തിൽ ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും നമ്മളെ കൂടുതൽ ബോധ്യങ്ങൾ നൽകുന്നത്, നമുക്ക് നല്ല ചിന്തകളും നല്ല സന്ദേശങ്ങളും നൽകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ശക്തിപ്പെടണമെന്നും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി മാറുമ്പോൾ ക്രിസ്തുവിനുണ്ടായിരുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യം കൃത്യമായിട്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വായിച്ചു കേട്ട 1-ാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണ്. അത് ക്രൂശിതനായ കർത്താവിനെ യഹൂദര് ഈശോയെ കുരിശിൽ തറച്ചു കൊന്നു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ദൈവം ഈശോ തന്നെയാണ് ദൈവവും കർത്താവുമെന്ന് അവർ ഉറക്കെ വിളിച്ച് എല്ലാവരുടെ അടുത്തും പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു മടിയും കൂടാതെ. ഈശോയാണ് ഏകരക്ഷകൻ എന്നുള്ള കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന അപ്പസ്തോലന്മാരെ നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണാൻ പറ്റും. അത്രമാത്രം തീക്ഷ്ണതയോടെയാണ് അവർ ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അങ്ങനെ ഈശോയെ ഇങ്ങനെ ഇതുപോലെ പ്രഘോഷിച്ചപ്പോൾ ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഫരിസേയരും നിയമജനുമെല്ലാം ഇവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു നിയമജ്ഞനും ഫരിസേയനുമൊക്കെ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ള കാര്യമാണെങ്കിൽ ഇതൊരിക്കലും ആർക്കും തകർക്കാൻ പറ്റത്തില്ല. സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച് ഗമാലിയേൽ പറഞ്ഞ കാര്യം, അതായത് മാനുഷികമായ ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ മാനുഷികമായ ഒരു ആകർഷണമാണ് ഇതെങ്കിൽ ഇത് അധികം നാൾ നിൽക്കത്തില്ല, പെട്ടെന്ന് നശിച്ചു പോകും. അതേസമയത്ത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ആർക്കും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് ഗമാലിയേൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് ഇത്ര വർഷങ്ങളായിട്ടും പരിശുദ്ധാത്മാവ് സഭയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ സഭാമക്കളും തിരിച്ചറിയേണ്ട കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ശിഷ്യന്മാർക്ക് ഇത്രമാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി, ശിക്ഷകളുണ്ടായി, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് ഒരടി പുറകോട്ട് വെക്കാനായിട്ട് അവർ തയ്യാറല്ലായിരുന്നു. അവർ കൂടുതൽ തീക്ഷ്ണതയോടെ അവർ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നാണ് പറയുക. അതായത് അവർക്ക് സമൂഹത്തിന് മുമ്പിൽ നിർത്തി ഒത്തിരിയേറെ ചാട്ടവാറ് അടികളൊക്കെ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, പണിഷ്മെൻ്റൊക്കെ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ തളർന്നു പോകാതെ അല്ലെങ്കിൽ ഒരു വലിയ മുറിവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരായിരുന്നില്ല അപ്പസ്തോലന്മാർ. മറിച്ച്
ഈ യേശുവിനെ പ്രതി അപമാനം സഹിക്കാൻ അല്ലെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുകാരാകാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തോടെ ക്രിസ്തുവിനെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രഘോഷിക്കുന്നവരാണ് അപ്പോസ്തലന്മാരെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളും വിശ്വാസ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. ചെറിയൊരു സഹനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം നമുക്ക് ലഭിക്കാതൊക്കെ വരുമ്പോഴും നമ്മൾ ദൈവത്തെ പരാതി പറയുകയും അവിടെ കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും നമ്മൾ നിർത്തിവെക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനത്തെ പ്രതി ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനും ക്രിസ്തുവിനെ പ്രതി അപമാനങ്ങൾ സഹിക്കുവാനും ഒക്കെ എനിക്ക് ഇടയായിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ ചേരുന്നു എന്നുള്ളത് ഒരു വലിയ ബോധ്യമായിട്ട് അപ്പോസ്തലന്മാർ കണക്കാക്കിയിരുന്നു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് മാറാതെ കൂടുതൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള ഒരു വിശ്വാസ തീക്ഷ്ണത, ക്രിസ്തുവിലുള്ള ഒരു ശക്തിയോ ഒരു വലിയ ഒരു ഊർജം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് നമുക്കുണ്ടായിരിക്കണമെന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിക്കുകയാണ്. ഈശോയെ കേൾക്കുവാനും കാണുവാനുമായിട്ട് കടന്നു വരുന്ന എല്ലാവരുടെയും മേൽ ഈശോയ്ക്ക് അനുകമ്പ തോന്നി എന്ന് വചനം പറയുന്നുണ്ട്. അതായത് പെസഹ തിരുനാളാണ് യഹൂദരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പെസഹ തിരുനാൾ. ലോകത്തിലെമ്പാടുമുള്ള എല്ലാ യഹൂദന്മാരും തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ജെറൂസലേമിലെത്തുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഈ വരുന്നവരെല്ലാവരും ഈശോയുടെ ഈ ഒരു പേരും പ്രശസ്തിയും ഒക്കെ കേട്ടിട്ട് ഒത്തിരിയേറെ രോഗസൗഖ്യം കൊടുത്തവനാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണെന്ന് മനസ്സിലാക്കി ഈശോയെ കാണുവാനായിട്ട് കടന്നു വരികയാണ്. ഈശോയെ കാണാനായിട്ട് കടന്നു വരുമ്പോൾ അവരെയൊക്കെ നോക്കിയിട്ട് ഈശോ പറയുന്നത്, ഇത്രയും ആളുകൾക്ക് എവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക? അവിടെ ആരും ഒരു സാധ്യതകൾ കാണാതിരിക്കുമ്പോഴും അവിടെ ക്രിസ്തു അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കരുതലോടെ അവരോട് പെരുമാറുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും. അതായത് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് കർത്താവ് അവർ കണ്ട് അവർക്ക് ആവശ്യമുള്ളത് നൽകുന്നവനാണ് ദൈവം എന്നുള്ളത് കൃത്യമായിട്ടും അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 5 അപ്പവും 2 മീനും കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ 5 അപ്പവും 2 മീനും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളൊരു മനസ്സാണ്. നമ്മുടെ ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മളിലൂടെയൊക്കെ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാകാനുമായിട്ടുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഒത്തിരിയേറെ ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അതുപോലെ ജോലി മേഖലകളിലൊക്കെ നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ടുള്ള മനസ്സ്, നമ്മുടെ ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു മനസ്സൊക്കെ നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപപ്പെടുന്ന ജീവിതങ്ങളായി മാറുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.